കൈലാസങ്ങളിൽ പോകുമ്പോൾ ഭൗതിക ലോകത്തില്ലാത്തവരെ പോലും നമുക്ക് അവിടെ വെച്ച് വീണ്ടും കാണാൻ സാധിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഒരു രൂപം കണ്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, അത് ചിലപ്പോൾ ഞാൻ കെട്ടുകഥകൾ ഉണ്ടാക്കാൻ പറയാൻ സാധ്യതയുണ്ട്. കൈലാസത്തെ പറ്റി ഒരുപാട് ഇതുണ്ടല്ലോ, ഒരുപാട് കഥകളുണ്ട്. കൈലാസത്തിന്റെ ആ ഒരു എനർജി താങ്ങാൻ സിദ്ധർക്കും യോഗികൾക്കേ പറ്റൂ. അവരെ അതിനപ്പുറത്ത് കിടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി വരെ സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ യമദ്വാറിൽ വലം വെച്ച് നമ്മുടെ മരണഭയം പോയി. പിന്നെ നമുക്ക് ജനമൃതികളുടെ രഹസ്യം അറിയാൻ പറ്റിയതാണ്. പിന്നെ നമ്മൾ ശരീരത്തെ പറ്റി അവിടെയും പറയുന്നത് തന്നെയാണ്, നിങ്ങളുടെ ശരീരമല്ല നിങ്ങളെന്നാണ് പറഞ്ഞിരുന്നത്. മനസ്സിലോവറിൽ എത്തിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാം. ഞാൻ അങ്ങനെ തന്നെ പുസ്തകത്തിൽ അത് ഹാലുസിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം പെയിൻ വന്നപ്പോൾ എന്റെ മനസ്സ് തെരഞ്ഞെടുത്തൊരു സംഭവമായിരുന്നു. മനസ്സിലോവറിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്തായിരുന്നു? ഭൂമിയും സ്വർഗവും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണ്ണിയാണ്, ബന്ധിപ്പിക്കുന്ന ഏക കണ്ണിയാണ്. അത്ര മനോഹരമാണ്. നിറച്ച് ജീവജാലങ്ങളുണ്ട്. നമുക്ക് ഹംസങ്ങളെ, രാജഹംസങ്ങളെ കാണാൻ പറ്റുന്ന ഒരു തടാകമാണ്. കൈകൂപ്പി പോവും എത്രയൊക്കെ നമ്മൾ പോയില്ല. അത്രയും ഒരു രൂപ, അതിൻ്റെ ഒരു ഗാംഭീര്യം അത്രയ്ക്ക്. നമുക്ക് ഓരോ കൈലാസങ്ങളായിട്ട് എടുക്കാം. ആദ്യം നമുക്ക് മാനസരോവരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ശിവൻ കുടുംബസമേതം വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇടമാണ്. മാനസരോവരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നോക്കൂ, മാനസരോവർ തടാകത്തിന്റെ കരയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് മാനസരോവർ കൈലാസം എന്ന് പറയുന്നത്. ആദ്യകാലത്ത് കൈലാസം എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ഈ പഞ്ചകൈലാസങ്ങൾക്ക് പ്രാമുഖ്യം വന്നപ്പോൾ അതിനെപ്പറ്റി ആൾക്കാരെ അറിയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മാനസരോവർ കൈലാസം എന്ന് എടുത്തു പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഈ മാനസരോവർ തടാകം എന്ന് പറയുന്നത് ബ്രഹ്മാവ് മനഃശക്തി കൊണ്ട് സൃഷ്ടിച്ചൊരു തടാകമാണ്. അത് ഈ പറഞ്ഞ അപ്സരസ്, യക്ഷ, ഗന്ധർവ അങ്ങനെയുള്ള എല്ലാവരും, എല്ലാ സെലസ്റ്റിയൽ ബോഡീസും, സ്വർഗവാസികളായിട്ടുള്ള എല്ലാവരും വന്ന് കുളിക്കുന്ന ഒരു തടാകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ആ തടാകം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെപ്പറ്റി തന്നെ കാലങ്ങളോളം തർക്കങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തടാകം ഉണ്ടോ, അത് പുരാണത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ മാനസരോവർ തടാകം എന്ന് പറഞ്ഞാൽ വലിയൊരു തടാകമാണ്. നല്ല ശുദ്ധജല തടാകമാണ്. ഏറ്റവും ഉയരം കൂടിയ ജലത്തിലെ ശുദ്ധജല തടാകമാണ്. 250 സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പമുള്ളൊരു തടാകമാണ്. വളരെ പ്രസന്നമായ ഒരു തടാകമാണ്. എങ്ങനെയാണ് ഒരു ജലാശയത്തിന് ഇത്രയും സന്തോഷം തരാൻ പറ്റുക നമ്മൾ സംശയിച്ചു പോകുന്നതാണ്. മാനസരോവറിന്റെ കരയിൽ നിന്ന് നിൽക്കുകയാണെന്ന് പറയുന്നത് തന്നെ വളരെ എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം വെച്ചാൽ അത്ര മനോഹരമാണ്. ഇത് നിറച്ച് ജീവജാലങ്ങളുണ്ട്. നമുക്ക് ഹംസങ്ങളെ, രാജഹംസങ്ങളെ കാണാൻ പറ്റുന്ന ഒരു തടാകമാണ്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള പ്രദേശമാണ് അതിന്റെ കരയിൽ. അപ്പോൾ ഏത് പ്രദേശമാണെങ്കിലും അവിടെ ഇവിടെ കുളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ യാത്രികർ പോകുന്ന ഒരു രാത്രി കാലങ്ങൾ അവിടെ പോയിരിക്കും. അതായത് രാത്രി കാലങ്ങളിൽ ഇവർ വന്ന് കുളിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അത് ഞാനും ആദ്യത്തെ ട്രിപ്പിൽ പോയിരുന്നുണ്ട്. ഒരു ക്യൂരിയോസിറ്റിയാണ്. ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ ട്രിപ്പിലും ഒന്ന് പോയിരുന്നു രാത്രി. അത് കാണുമോ കാണില്ല എന്നുള്ളത് വേറെ വിഷയം. അതായത് ഈ സ്വർഗവാസികളായവർ കുളിക്കാൻ വരുന്ന തടാകത്തിന്റെ കരയിൽ അവരെ കാത്ത് രാത്രിയിൽ ഇരിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ ആലോചിക്കുക. എത്ര രസകരമായ ഒരു അനുഭവമായിരിക്കും, എത്ര അഭൗമികമായ ഒരു അനുഭവമായിരിക്കും. അതുപോലെ അതിന്റെ കരയിലുള്ളതാണ് ഈ കൈലാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നർ കോറ പരിക്രമണമുണ്ട്, ഔട്ടർ കോറ പരിക്രമണമുണ്ട്. ഇപ്പോഴത്തെ ഔട്ടർ കോറ പരിക്രമണമാണ് നമുക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അത് 52 കിലോമീറ്റർ വരുന്ന പരിക്രമണം. അത് നമ്മൾ ദാർച്ചൻ എന്ന ബേസ് ക്യാമ്പിൽ നിന്ന് യമദ്വാർ എന്ന് പറയുന്ന പ്രദേശം ഒരു 6 കിലോമീറ്റർ നമ്മുടെ വാഹനത്തിൽ പോവാം. യമദ്വാറിൽ 3 പ്രാവശ്യം വലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യമന്റെ അനുവാദം മേടിച്ചിട്ടാണ് ശിവന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ യമദ്വാറിൽ വലം വെച്ച് നമ്മുടെ മരണഭയം പോയി. പിന്നെ നമുക്ക് ജനമൃതികളുടെ രഹസ്യം അറിയാൻ പറ്റിയതാണ്. പിന്നെ നമ്മൾ ശരീരത്തെ പറ്റി അവിടെയും പറയുന്നത് തന്നെയാണ്, നിങ്ങളുടെ ശരീരമല്ല നിങ്ങളെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 13 കിലോമീറ്റർ വരുന്ന ഒരു യാത്രയാണ് ദിരാപ്പുക്ക് ക്യാമ്പിലേക്ക് വരുന്നത്. അത് കൈലാസത്തിന്റെ വടക്കേ മുഖത്താണ്. അപ്പൊ നമ്മൾ യമദ്വാർ തുടങ്ങുന്നത് സൗത്ത് ഫേസിലാണ്, തെക്കേ മുഖമാണ്. അഷ്ടപദ് എന്ന് പറയുന്നത് തെക്കേ മുഖമാണ്. അവിടെ നന്ദിയുടെ ഒരു ചെറിയ പർവ്വതം കൂടി ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ബാച്ചിൽ നമുക്ക് അഷ്ടപദിലേക്ക് വാഹനത്തിൽ പോകാൻ പറ്റി. സാറിന് കുറെ നാളായിട്ട് കൊണ്ടുപോകാറില്ല. അപ്പോൾ അവിടെ ശിവന്റെ തെക്കേ മുഖം, അതിനപ്പുറത്ത് നന്ദിയുടെ ഒരു ചെറിയ പർവ്വതമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പടിഞ്ഞാറേ മുഖത്തിന്റെ മുന്നിൽ കൂടി കടന്നിട്ടാണ് നമ്മൾ വടക്കേ മുഖത്തിന്റെ അവിടേക്ക് എത്തുന്നത്. പടിഞ്ഞാറ് മുഖത്തിലേക്ക് ഒരു കാഴ്ച അതിമനോഹരമാണ്. മനോഹരം എന്നല്ല, നമുക്ക് കൈകൂപ്പി പോവും എത്രയൊക്കെ നമ്മൾ പോയില്ല. അത്രയും ഒരു രൂപ, അതിൻ്റെ ഒരു ഗാംഭീര്യം അത്രയ്ക്കുണ്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ കൈലാസത്തിന്റെ ദിരാപ്പുക്ക് ക്യാമ്പിൽ, വടക്കേ ക്യാമ്പിൽ നിന്ന് നമ്മൾ താമസിക്കുന്നിടത്ത് കഷ്ടി ഒരു 4 കിലോമീറ്റർ 4.5 കിലോമീറ്ററോളം മലയുടെ അടിവാരത്തിലേക്കുണ്ട്, ഏറ്റവും അടിയിലേക്ക്. അപ്പൊ അവിടേക്കാണ് നമ്മൾ ചരൺസ്പർശി യാത്ര ചെയ്യുക. ചരൺസ്പർശി യാത്ര ചെയ്യുമ്പോൾ 1.5 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് മലയുടെ 1 കിലോമീറ്റർ അപ്പുറത്ത് ചരൺസ്പർശി ശിലയുണ്ട്.
അപ്പൊ അവിടെ പൂജ ചെയ്ത് മടങ്ങണം എന്നാണ് സാധാരണ പറയുക. കാരണം കൈലാസത്തിന്റെ ആ ഒരു എനർജി താങ്ങാൻ സിദ്ധർക്കും യോഗികൾക്കേ പറ്റൂ, അവരെ അതിനപ്പുറത്ത് കടക്കാൻ പാടുള്ളൂ എന്ന് പറയും. പക്ഷെ പലരും കടക്കാറുണ്ട്, ഞാനും കടന്നിട്ടുള്ള ഒരാളാണ്. അതിന് അതിൻ്റെതായ ചില എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാവും. അങ്ങനെ 2-3 ദിവസത്തേക്ക് നമുക്ക് ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവും, ബുദ്ധിമുട്ടാണ്, ഉറക്കം വരാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് പല വിഷനുകൾ കാണും, നല്ല ശബ്ദങ്ങൾ കേൾക്കും. അപ്പോൾ പിന്നെ അതൊന്ന് എനർജി സെറ്റിൽ ആവുമല്ലോ. കാരണം നമുക്ക് എടുക്കാൻ പറ്റാത്ത, ചെറിയ കുട്ടിയുടെ തലയിൽ വലിയൊരു കല്ല് കയറ്റി വെച്ചിട്ടുള്ള ആ കുട്ടിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുമല്ലോ, അതുപോലെയാണ്. അത്രയ്ക്കൊന്നും നമ്മളായിട്ടില്ല. അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് ഇന്നർ കോറ പരിക്രമണം എന്ന് പറയുന്ന ഒരു യാത്രയുണ്ട്. 52 ഉണ്ടാവില്ല എൻ്റെ ചുറ്റും, മലയുടെ തൊട്ടുകൊണ്ടുള്ള ഒരു യാത്രയുണ്ട്. അതിപ്പോൾ പെർമിഷൻ കൊടുക്കുന്നില്ല. പക്ഷെ അതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 13 പ്രാവശ്യങ്ങൾ ഔട്ടർ കോറ പരിക്രമണം ചെയ്തിട്ടേ ചെയ്യാവുമെന്ന് പറയും. കാരണം വെച്ചാൽ അപ്പോഴേ നമ്മുടെ ശരീരം അത് സ്വീകരിക്കാൻ മാത്രം, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി വരെ സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത്. മാത്രമല്ല പല നമുക്ക് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാഴ്ചകൾ കാണുമെന്നും പറയുന്നത്. കാരണം കൈലാസത്തിനെ പറ്റി ഒരുപാട് ഇതുകളുണ്ടല്ലോ, ഒരുപാട് കഥകളുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ക്രിയായോഗികളുടെ താവളമായ ഷാങ്ക്രില എന്ന് പറയുന്നത് കൈലാസാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹനുമാനെ കണ്ടു എന്ന് പറയുന്ന ഒരു കഥ ഇന്റർനെറ്റിൽ വളരെ വ്യാപകമാണ്. പക്ഷെ കദളീവനം എന്ന് പറഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ പോലും കണ്ടുകൂടാതൊന്നുമില്ല. കാരണം വെച്ചാൽ കൈലാസം പോലൊരു സ്ഥലത്ത് കണ്ടുകൂടാതൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ദിരാപ്പുക്ക് ക്യാമ്പിൽ നിന്ന് നമ്മൾ അടുത്ത ദിവസം സെക്കൻഡ് ഡേ യാത്രയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള യാത്ര. അത് 22 കിലോമീറ്റർ വരുന്ന യാത്ര. അതിൽ ആദ്യത്തെ 10 മണിക്കൂർ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് 6 കിലോമീറ്റർ കഠിനമായ കയറ്റമാണ്. ഈ കയറ്റം കഴിഞ്ഞ് നിങ്ങൾ ഡോൾമ പാസിൽ എത്തുമ്പോൾ 18,500 അടിയായിരിക്കും നിങ്ങളുടെ ഉയരം. അവിടുന്ന് 4 കിലോമീറ്റർ കൊണ്ട് ഇത്രയും ദൂരം നമുക്ക് താഴ്ത്തിക്കണം. പിന്നെ വരുന്ന 12 കിലോമീറ്റർ ദൂരം നമുക്ക് പ്ലെയിൻ മോട്ടറബിൾ റോഡായിട്ട് നടന്നാൽ സുത്തുൽഫുക്കിലാണ്. തേർഡ് ഡേ സുത്തുൽഫുക്കിൽ നിന്ന് നമുക്കൊരു 6 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പിന്നെ വാഹന സൗകര്യം കിട്ടും, ദാർച്ചനിൽ വരാം, തിരിച്ചു പോരാം. ഇങ്ങനെയാണ് മാനസരോവറിന്റെ പരിക്രമണയും കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ടിബറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടമാണ്, അത്രയും എക്സ്ട്രീം ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്നത്, നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പോകുമ്പോൾ വലിയൊരു ഡിഫറൻസ് ഉണ്ട് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിനെ നമ്മുടെ ബോഡി എങ്ങനെ റിസീവ് ചെയ്യും, അതിനെ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ അവിടെ ചേട്ടൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു കൃത്യമായ വസ്ത്രങ്ങളില്ലാതെ ബെയർ ഫൂട്ട് ആയിട്ടൊക്കെ നടന്നു പോകുന്ന ആളുകളെ അവിടെ കണ്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചിന്ത. നോക്കൂ, സാധാരണ നിലയ്ക്ക് ഈ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വരാൻ പോകുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് ഉയരം കൂടുന്ന സമയത്ത് നമ്മൾ ഒരു 70-80 അടി ഉയരത്തിലായിരിക്കും സമുദ്രത്തിൽ നിന്ന് താമസിക്കുന്നത്. നമ്മൾ 18,500 അടി ഉയരത്തിലേക്ക് പോകാന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം 10,000 അടിക്ക് മുകളിൽ പോകുമ്പോൾ നമ്മുടെ ശരീരം അസ്വാഭാവികമായ കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങും. അത് സ്വാഭാവികമാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. അതിന് പുറമെ പിന്നെ 16,000 അടിക്ക് മുകളിൽ വരുമ്പോൾ ഓക്സിജന്റെ കുറവ് വരും. അപ്പൊ അതൊന്നും തന്നെ നമ്മൾ ഇവിടുന്ന് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നിന്ന് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശീലമുള്ള കാര്യങ്ങളല്ല. അപ്പൊ അവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ആദ്യമേ തന്നെ നമ്മൾ ശരീരത്തിന് ഈ പറയുന്ന പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വ്യായാമങ്ങളിൽ കൂടി നമ്മൾ പ്രാണായാമം നടത്തി മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും അതിൽ നിന്ന് മാക്സിമം ഓക്സിജൻ എടുക്കാനും വേണ്ട ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പൂർണ്ണമായും പര്യാപ്തമല്ല. ആദ്യമായിട്ട് 10,000 അടിയുടെ മുകളിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ സാഗയിൽ പോകുന്ന ദിവസമായിരിക്കും. അന്ന് അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ വലിയൊരു യാത്രയില്ല. അതിപ്പോ ഞങ്ങളൊക്കെ പോയ സമയത്ത് 30 ദിവസത്തെ യാത്രയാണ്. നമ്മൾ ഏറ്റവും താഴെ നിലയിൽ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നാച്ചുറലായിട്ട് അക്ലമറ്റൈസേഷൻ വരും, നമ്മൾ അതിന് വരും. ഇവിടെ അത് വരില്ല എന്നുകൊണ്ട് നമുക്കത് മെഡിക്കൽ സഹായങ്ങളോട് കൂടി മരുന്നുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ പോവുക. കാരണം നമുക്കത് അവിടെ നിന്ന് പൂർത്തീകരിച്ച് വരുന്നൊരു 4 ദിവസത്തേക്ക് പ്രശ്നം വരാൻ സാധ്യത. ഒരിക്കൽ നിങ്ങൾ 10,000 അടിയുടെ മുകളിൽ പോയാൽ എത്ര ഹൈറ്റിൽ പോയി ആ ഹൈറ്റ് അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആ ഹൈറ്റിൽ പോകുമ്പോൾ ഒരു പ്രോബ്ലം വരില്ല. അപ്പോൾ കേദാർനാഥൊക്കെ പോകുമ്പോൾ 10,000 അടിയാണ് ആദ്യമായിട്ട് പോകുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അതുപോലെ ഇവിടെയും ആ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ കൃത്യമായി നമ്മളിപ്പോൾ ജാക്കറ്റ് പോലും നമ്മളാണ് കൊടുക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന ടീമിന് നമ്മൾ ജാക്കറ്റ് നമ്മൾ നേപ്പാളിൽ തയ്പ്പിച്ച് ഇവിടുന്ന് കൊണ്ടുവരുന്ന പലതും ഫാഷൻ നോക്കിയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളായിരിക്കും. എനിക്ക് നല്ല നിറം വേണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നത് അത് അവിടെ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, അവിടെ നല്ല തണുപ്പ്. അപ്പോൾ നമ്മൾ അവിടെ സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്യുന്നു. മറ്റൊരു പർപ്പസ് കൊണ്ട് തന്നെ ഒരേ യൂണിഫോമിലുള്ള ജാക്കറ്റുകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ എവിടെയെങ്കിലും വഴിതെറ്റി പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും. വലിയൊരു ലാൻഡ്സ്കേപ്പിലാണല്ലോ ഈ യാത്ര നടക്കുന്നത്. അപ്പൊ അതും ഒരു പർപ്പസാണ്. അപ്പൊ നമ്മൾ കൃത്യമായ നിർദ്ദേശം കൊടുക്കും, ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കുന്ന ഇതിൽ. പിന്നെ മാത്രമല്ല ഇതിന്റെ സ്പോർട്സ് സാമഗ്രികൾ വിൽക്കുന്ന പല സ്ഥാപനങ്ങളായിട്ട് നമ്മൾ ഓൾറെഡി ചില കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പേരിൽ വരുന്ന ആൾക്കാരെ അവർക്ക് സ്പെഷ്യലായിട്ട് ഇത്രയും പേര് ബൾക്ക് പർച്ചേസ് വരുമ്പോൾ ഡിസ്കൗണ്ടുകൾ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. അപ്പൊ കൃത്യമായ നിലവാരമുള്ള സാധനങ്ങൾ ആണ് ഇവർ മേടിക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം അല്ലെങ്കിൽ അത് അവിടെ പോയിട്ട് ജീവന് വരെ ഭീഷണിയാകാവുന്ന രീതിയിൽ മാറാം. അപ്പൊ എല്ലാ സാധനങ്ങളിലും നമ്മൾ കൃത്യമായി പരിശോധിക്കും. ഇനി കൊണ്ടുവന്ന സാധനങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പോണ വഴിക്ക് തന്നെ പരിഹരിച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല നമ്മുടെ യാത്രകളിൽ ഒരു 20 പേർക്ക് ഒരാള് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആള് കൂടിയുണ്ടായിരുന്നു. അയാളുടെ പണി എന്ന് പറയുന്നത് ഇവരുടെ ശ്വാസം നോക്ക്, BP നോക്ക്, മാത്രമല്ല ഇവര് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കർശനമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ്.
കാരണം മലയുടെ മുകളിൽ വിശപ്പ് കുറയും, അപ്പൊ ആൾക്കാർ കഴിക്കാതാവും, അത് പിന്നീട് തളർച്ചയിലേക്ക് നയിക്കും. അപ്പൊ കുട്ടികളെ കൊടുക്കുന്ന പോലെ ഇപ്പൊ പലരെയും നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരോട് ചീത്ത പറഞ്ഞിട്ടും പറ്റില്ല, കഴിച്ചേ പറ്റും നിർബന്ധം പറഞ്ഞിട്ടൊക്കെയാണ് അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക. കാരണം അവർ ഭക്ഷണം കഴിക്കാതെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോയാലേ നമുക്ക് യാത്രക്കാരെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ കൊണ്ടുപോയി തൊഴിപ്പിക്കുന്നത് മാത്രമല്ല, സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അതുപോലെ എനിക്ക് മറ്റു ഏജൻസികളുടെ കേസ് അറിയില്ല, പലരും ഞാൻ കണ്ടിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റ് ഒന്നും നടത്താറില്ല. അത് സർട്ടിഫിക്കറ്റ് എവിടെന്നെങ്കിലും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ 16 മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ചിട്ട് 1 മാസം മുമ്പ് ചെയ്യിപ്പിച്ച് അത് ചെക്ക് ചെയ്ത് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചെയ്തതിന് ശേഷം മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. കാരണം വെച്ചാൽ തിരിച്ചു കൊണ്ടുവരുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കൊണ്ടുപോലും മാത്രമല്ല, അതൊരു ടൂർ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പൈസ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി പിന്നെ അവർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൂർ ഏജൻസി എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് ദർശനം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നമ്മൾ ചെയ്യും. കാരണം അതാണ് തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ, അതാണ് തീർത്ഥയാത്ര കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇപ്പോ ചേട്ടൻ തന്നെ പറഞ്ഞു, ഈ മാനസരോവറിൽ എത്തിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ നമുക്ക് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാം, അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാം. പേഴ്സണലി അങ്ങനെ വ്യക്തിപരമായി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അത് ഞാനെന്ന് വെച്ചാൽ ഞാനത് അങ്ങനെ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ പറയുമ്പോൾ വെച്ചാൽ സ്പെക്കുലേഷൻസ് ആണെന്നുള്ള രീതിയിൽ വരാം, അല്ലെങ്കിൽ നമ്മൾ അത്ഭുത കഥകൾ വിൽക്കുകയാണെന്നുള്ള ഒരു ധാരണയിൽ വരാം. ഈ മാനസരോവറിലെ അനുഭവങ്ങൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോരുത്തർക്കും ഉണ്ടാവാൻ പോകുന്ന അനുഭവം ഓരോ തരത്തിലായിരിക്കും. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ അനുഭവങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഹാലൂസിനേഷൻ ആണോ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ തന്നെ പുസ്തകത്തിലില്ല. അതൊരു ഹാലൂസിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം പെയിൻ വന്നപ്പോൾ എൻ്റെ മനസ്സ് തെരഞ്ഞെടുത്തൊരു സംഭവമായിരിക്കാം ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, എന്തും ആവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം 100% റിയലാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ കളിയാക്കാവുന്നവരായിട്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു രൂപം കണ്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പോലും, ഞാനൊരു യോഗിയെ കണ്ട കഥ പറഞ്ഞാൽ പോലും അത് ചിലപ്പോൾ ഞാൻ കെട്ടുകഥകൾ ഉണ്ടാക്കാന്ന് പറയാൻ സാധ്യതയുണ്ട്. അപ്പം അത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളിലേക്ക് വെക്കുക. കാരണം ഞാൻ അവിടെ കണ്ടിട്ട് ഞാൻ പല വ്യക്തികളെയും ഞാൻ പല സന്ദർഭങ്ങളിലും കണ്ടുമുട്ടിയിട്ടുണ്ട് അവിടെ. അത് ചില നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളിൽ അല്ലെങ്കിൽ വായനകളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ ആ അർത്ഥത്തിലെടുത്തോളുന്നില്ല. നമ്മൾ വായിക്കാറുണ്ട്, പൊതുവെ കൈലാസങ്ങളിൽ പോകുമ്പോൾ ഭൗതിക ലോകത്തില്ലാത്തവരെ പോലും നമുക്ക് അവിടെ വെച്ച് വീണ്ടും കാണാൻ സാധിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു അനുഭവമാണ്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ ഞാൻ ശ്രാദ്ധം ചെയ്യണ്ടേ അതിന് മുമ്പിൽ. അപ്പോൾ കൈലാസത്തിന് മുമ്പിൽ ശ്രാദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കൂവളത്തിന്റെ എല്ലാം കൊണ്ടുപോയി അവിടുന്ന് വരുന്ന വെള്ളം, അപ്പൊ 4 നദികൾ കൈലാസത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അപ്പൊ അതിലൊരു നദിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ശ്രാദ്ധം ചെയ്തിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തലകറക്കി നോക്കിയപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഞാൻ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയ ആൾക്കാരെ മുഖം പോലും ഞാൻ അവിടെ കണ്ടു. ഞാനത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഒരു ആത്മനിഷ്ഠമായ അനുഭവമായിരിക്കാം. അത് എല്ലാവരും കാണും ഞാൻ പറഞ്ഞെങ്കിൽ ശരിയാവും. നിങ്ങളവിടെ പോയിട്ട് നിങ്ങളുടെ മരിച്ചുപോയവരെ കണ്ടില്ല, എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ അർത്ഥമില്ല. എൻ്റെ മനസ്സ് വിഭാവനം ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മറ്റൊരു തലത്തിലേക്ക് എനിക്ക് ആ ഒരു സെക്കൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കാം. അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് തെളിയിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ രേഖകളോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൊണ്ടൊന്നും കാണിക്കാനോ തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ പരമാവധി ആൾക്കാരോട് പറയാറില്ല. അത് എൻ്റെ ഒരു ആത്മനിഷ്ഠമായ അനുഭവമാണ്. നിങ്ങൾ നാളെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം ചിലപ്പോൾ മറ്റൊരു രീതിയിലായിരിക്കാം. അപ്പൊ ഇതൊന്നും ഇന്ന നിയതമായ രീതി കൂടെ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ സീക്കേഴ്സ് അല്ലാതാവും, നമ്മൾ ഫോളോവേഴ്സ് ആവും. നമ്മൾ ഫോളോവേഴ്സ് ആവരുത്. ഒരു സ്റ്റേജിൽ നമ്മൾ മറ്റൊരാൾ പറഞ്ഞതായിരിക്കണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ള രീതിയിൽ പോരുത്. നമ്മളുടെ ശിവനെ തേടുന്നത് നമ്മുടേതായ മാർഗങ്ങളിൽ കൂടി ആയിരിക്കണം. നമ്മുടെ അനുഭവങ്ങൾക്ക് മറ്റ് തുല്യമായൊരു അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ആവണം എന്നാണ്. മാനസരോവറിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്തായിരിക്കും? മാനസരോവർ തടാകത്തിലാണോ അതോ കൈലാസത്തിലാണോ ചോദിച്ചത്? രണ്ടിടത്ത്. ഒന്ന് ആ പ്രദേശത്തിന്റെ, അതായത് ഭൂമിയും സ്വർഗവും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണ്ണിയാണ്, ബന്ധിപ്പിക്കുന്ന ഏക കണ്ണിയാണ്. നമുക്ക് വൈകുണ്ഠം എവിടെയാണ്, ബ്രഹ്മലോകം എവിടെയാണ്, നമുക്ക് ഭൂമിയിലുള്ള സ്ഥലങ്ങളല്ലാതെ. പക്ഷെ ഇതിപ്പോ നമ്മളെ 108 ദിവ്യദേശങ്ങളുടെ കാര്യം പറയുമ്പോൾ വൈകുണ്ഠം എന്ന് പറയുന്നത് ഭൂമിക്ക് പുറത്തുള്ള ദിവ്യദേശമായിട്ടാണ് പറയാറ്. ആ വൈകുണ്ഠം ഭൂമിക്ക് പുറത്താണെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. ബ്രഹ്മലോകം നമ്മുടെ അടുത്തേ അല്ല. അപ്പോ പിന്നെ ത്രിമൂർത്തികളിൽ 3ാമനായ ശിവൻ താമസിക്കുന്ന കൈലാസം, ഇതാണ് ഭൂമിയിലുള്ള സ്ഥലം. അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വേള സംശയം തോന്നുന്നത്, ആ പ്രദേശത്ത് നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഒരു പുരാണ കഥയുടെ ഉള്ളിൽ പെട്ടുപോയതാണോ എന്ന് തോന്നാം. കുറച്ച് കാൽപ്പനികമായിട്ട് പറയുകയാണെങ്കിൽ. കാരണം വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ വായിച്ചറിഞ്ഞ കഥകളിലുള്ളതാണ്. ഇപ്പൊ കൈലാസത്തെ പറ്റിയിട്ടാണല്ലോ കഥകൾ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആദ്യം ഭഗവാന്റെ അടുത്തേക്കാണ് ദേവന്മാർ ഓടിച്ചെല്ലുന്നത്. രാവണൻ ചെല്ലുന്നു, അവിടുന്ന് എത്രയോ കഥകൾ. ഇപ്പൊ പരശുരാമൻ കാണാൻ ചെന്ന സമയത്ത് തടഞ്ഞ ഗണപതിയെ ശിഷ്ണു മകനൊക്കെ ഓർമ്മയില്ലേ വെള്ളത്തോടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ്. ഇതൊക്കെ നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നത് ഭൂമിയിലാണോ അതോ മറ്റൊരു ലോകത്താണോ നമുക്ക് സംശയമാണ്. നമുക്ക് കൈലാസത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവം.
കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടുപോകുന്നൊരവസ്ഥ. ഇങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ ദേവലോകത്തും, ഇങ്ങോട്ട് തിരിയുമ്പോൾ ഭൂമി എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. മാനസരോവറിൽ നിന്നാണോ യാത്രകൾ തുടങ്ങാറുള്ളത്, അതോ ഏറ്റവും ലാസ്റ്റത്തെ അല്ല, പോയിന്റ്? അങ്ങനെയില്ല. അങ്ങനെ അതായത് പലരുടെയും ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ യാത്ര ആരംഭിക്കുന്നത് മാനസരോവറാണ്. ഇതിന് കൃത്യമായിട്ടൊരു ഓർഡർ ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് നിങ്ങൾ പോവാം. ഞാൻ മാനസരോവരം കഴിഞ്ഞിട്ടാണ് മറ്റു കൈലാസങ്ങൾ തേടിപ്പോയത്. ചില ആൾക്കാർ മറ്റു കൈലാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാനസരോവരം അവസാനമായിട്ട് വരുന്ന ആൾക്കാർ. നമ്മൾ ഈ പഞ്ചകൈലാസ യാത്രകൾ നടക്കുമ്പോൾ ആദ്യം പോകുന്നത് എവിടേക്കാണ്? അത് ഓരോരുത്തർക്ക് എങ്ങനെയാണോ യാത്രാനുവാദം കിട്ടുന്നത് അതുപോലെ പോവാം. ഇതിനൊരു കൃത്യമായിട്ടൊരു ഓർഡർ. ഇപ്പൊ നമ്മൾ അറുപടை വീട് യാത്രയ്ക്ക് നമ്മൾ കൃത്യമായിട്ടൊരു ഓർഡർ പറയാറുണ്ട്, ഇന്ന രീതിയിൽ പോകണം എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ പഞ്ചഭൂത സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിൽ ഇന്ന രീതിയിൽ പോകണം, 5 ഭൂതങ്ങളിലേക്ക്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓർഡർ ഞാൻ പറഞ്ഞിട്ടില്ല കൈലാസ യാത്രകൾക്ക്. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക. എത്രയും സാധ്യമായത് 5 സ്ഥലങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ നമ്മള് മാനസരോവറിന് പുറമേ വരുന്ന കൈലാസ യാത്രകളിൽ ഏറ്റവും ടഫായിട്ടുള്ള യാത്രകൾ നേരത്തെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അത് ശ്രീകണ്ഠും കിന്നറും തന്നെയാണ്. അപ്പൊ എനിക്ക് ചെറുപ്പക്കാരൊക്കെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായം അധികം വൈകുന്നതിന് മുമ്പ് നിങ്ങൾ കിന്നറിലേക്കും ശ്രീകണ്ഠിലേക്കുള്ള യാത്ര നടത്തണം. കാരണം ഉള്ളതിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള യാത്രയാണത്. കിന്നർ കൈലാസം എന്ന് പറഞ്ഞാൽ 21,500 അടിയാണെന്നാണ് അവിടുത്തെ കിന്നർ ജില്ലയുടെ അധികാരികൾ പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു യാത്രയാണ്. എന്ന് വെച്ചാൽ കയറി എത്താൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു യാത്രയാണ്. അവിടെ മണ്ണെണ്ണില്ല, എല്ലാം പാറക്കെട്ടുകളുടെ മുകളിൽ കൂടെ ചാടി ചാടി പോകേണ്ട ഒരു യാത്രയാണ്. അതുപോലെ ശ്രീകണ്ഠ കൈലാസം 5 ദിവസം എടുക്കുന്ന യാത്രയാണ്. ഏറ്റവും ഇത്ര ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെയേറെ ദുരിതമുള്ളൊരു യാത്രയാണ്. 31 മലകൾ കണ്ടിന്യൂസ് കയറേണ്ടി വരുന്നുണ്ട്. മഴ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പഞ്ചകൈലാസ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ചെറുപ്പം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യത്തിൽ കുറവ് വരുന്നതിന് മുമ്പ് ആദ്യം പോകേണ്ട 2 സ്ഥലങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് ശ്രീകണ്ഠ കിന്നർ. പിന്നെ ആദികൈലാസത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൂർണ്ണമായും വാഹന സൗകര്യത്തിലാണ് യാത്ര. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ബാച്ച് പോയിരുന്ന 55ഓളം പേരാണ്. എല്ലാവരും വളരെ പ്രായമായ ആൾക്കാരെല്ലാവരും. പക്ഷെ എല്ലാവരും സുഖമായിട്ട് അതിന് മുൻഭാഗം വരെ വാഹനം പോകും. അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ അവിടെ വാഹനം കിട്ടും, അല്ലെങ്കിൽ കുതിര കിട്ടും. ചെറിയ ദൂരമുള്ളൂ. അപ്പോൾ സുഖമായിട്ട് പോകാനാണ്. പിന്നെ മണിമഹേഷ് കൈലാസത്തിലും നമുക്ക് ഹെലികോപ്റ്റർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. കുതിരപ്പുറത്ത് പോകാം, നടന്നു പോകാം. 13 കിലോമീറ്ററിൻ്റെ ദൂരമാണ്. പക്ഷെ ശ്രീകണ്ഠും കിന്നറും വളരെ ടഫാണ്. ഈവൻ മാനസരോവർ കൈലാസത്തിൽ പോലും നമുക്ക് കോണീനെ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ 2 സ്ഥലത്തും കുതിരകളെ നമുക്ക് കിട്ടില്ല. അപ്പൊ ഇത് ഈ 2 യാത്ര നമ്മൾ ആദ്യമേ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. കാരണം ഇപ്പൊ ഞാൻ പലരെയും കാണുന്നുണ്ട്, ആദികൈലാസം കഴിഞ്ഞു, മാനസരോവർ കഴിഞ്ഞു, മണിമഹേഷ് കഴിഞ്ഞു, ഇനി ഈ 2 സ്ഥലത്തേക്ക് പോകാനുള്ള ആരോഗ്യമില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇപ്പൊ യാത്രകൾ വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും അവിടെ ഒരു കുതിര വരികയാണെങ്കിൽ പോവാം എന്നവരോട് പറഞ്ഞ് ആശ്വസിപ്പിക്കാന്നല്ലാതെ പലരും അടിഭാഗം വരെ പോയിട്ട് തിരിച്ചു പോരാന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരും ഉണ്ട്. അത് കിന്നർ നമുക്ക് കൽപ്പയിൽ നിന്ന് കിന്നർ കൈലാസിന്റെ ഒരു ദൂരദർശനം കിട്ടും. അപ്പൊ അങ്ങനെ കണ്ടാലും മതി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ പഞ്ചകൈലാസ യാത്രയിൽ ഇതാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ അമർനാഥ് യാത്ര 6ാമത്തെ കൈലാസമാണ്. അത് പിന്നെ ഇപ്പൊ വളരെ വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയും കുതിരയുടെ സഹായം കിട്ടും.